24ാം പാർട്ടി കോൺഗ്രസ്സിന് മധുരയ്ക്ക് പോയ കമല വിജയനും അതുപോലെ മകൾ വീണ തൈക്കണ്ടിയും പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മധുരയിൽ നിന്ന് മുങ്ങി തഞ്ചാവൂരെത്തി അവിടുത്തെ പ്രസിദ്ധമായ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്നൊരു വാർത്ത ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അടിച്ചുവിടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല ചേച്ചി. അതിന് പിന്നാലെ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. നെറ്റിയിൽ കാണാം. ശീതളിസം എന്ന യൂട്യൂബ് ചാനലാണ് ഈ ഒരു ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടത്. CPM പാർട്ടി കോൺഗ്രസിനായി മധുരയിലാണ് ഇരുവരും. ഇതിനിടയിലാണ് ക്ഷേത്ര ദർശനം. ഏതൊരു യൂട്യൂബർ ഇവരെ അവിടെ വെച്ച് കാണുകയും ഈ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തു വരുന്നതിൻ്റെ വിഷ്വൽസ് എടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വീണയാകട്ടെ കമലയിടത്തി ആവട്ടെ ദർശനം നടത്തുന്നത് നമ്മൾ കണ്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രവും വലിയ നിധിശേഖരവും ഒക്കെ അവിടെ ഉണ്ട്. അത്രയും സമ്പന്നനായ പത്മനാഭസ്വാമിയെ പോലും അങ്ങോട്ട് പോയി തൊഴാത്തവരാണ് ഈ കമലയിടത്തിയും മകളും. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. സിനിമാ നടികൾ മുതൽക്ക് രാഷ്ട്രീയ നേതാക്കൾ വരെ വരും. ആറ്റുകാല അമ്പലത്തിലെ കാര്യം ഇതാണെങ്കിൽ അപ്പുറത്ത് മറ്റേ ഗണപതി കോവിലുണ്ട്, അവിടെ പോയി നാളികേരം ഉടച്ചായിട്ട് കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരോ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ദർശനം നടത്താത്ത ഈ അമ്മയും മകളും എന്തുകൊണ്ട് തഞ്ചാവൂർ പോയി ദർശനം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ പാർട്ടിക്കാരൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകാൻ പാടില്ല എന്ന് വിലക്കുണ്ട്. അതേ സമയത്ത് പാർട്ടിക്കാരുടെ ഭാര്യമാർക്കോ പെൺമക്കൾക്കോ ഇങ്ങനെ യാതൊരു വിലക്കില്ല. ഈ രാജരാജ ചോളൻ്റെ കാലത്താണ് ബൃഹദേശ്വര ക്ഷേത്രം പണിയിച്ചത്. അത് വലിയൊരു ശില്പ വിസ്മയമാണ്. കരിങ്കല്ലിൽ കൊത്തിയ കവിത എന്നാണോ മഹാകാവ്യം എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. അത്രയും ഗംഭീരമായ ഒരു നിർമ്മിതിയാണ്. അവിടെ പോയത് ഒരുപക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. അപ്പോഴൊരു പ്രശ്നമുണ്ട്. എന്താ സാർ വിശേഷം? ആ വീണയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ടു. സാധാരണ കുങ്കുമം തൊടാത്ത വീണ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയതാണ്, വഴിപാട് കഴിക്കാൻ പോയതാണ് എന്നാണ് ആളുകളുടെ ഊഹം. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. എന്തുകൊണ്ട് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അവിടെ ശനീശ്വരൻ്റെ വലിയൊരു പ്രതിഷ്ഠയുണ്ട്. ബൃഹദേശ്വരൻ പരമശിവനാണ്. ശനിയുടെ വലിയൊരു പ്രതിഷ്ഠയുണ്ട്. ശനിദോഷം തീരാനായിട്ട് ആളുകൾ ഈ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക പ്രസിദ്ധമാണ്. ആരെങ്കിലും പറഞ്ഞ് കർണാകർണികയെ അറിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ പോയെന്ന് എനിക്ക് തോന്നുന്നു. എക്സാലോജി കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പിറ്റേന്ന് ഏപ്രിൽ 4-നായിരുന്നു ഈ ഒരു ക്ഷേത്ര ദർശനം നടത്തിയത്. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. വീണയുടെ ജന്മദിനം 1983 ജനുവരി 13 SLC ബുക്കിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കർത്തവാവും പൂരാടവും ചേരുന്ന ദിവസമാണ്. വളരെ വിശേഷപ്പെട്ട ജാതകമാണ്. സംഗതി വശാൽ അഥവാ ജാതകവശാൽ അവർക്കിപ്പോൾ ശനിദശയാണ്. ഈ 27-ാം തീയതി അവരുടെ ദശാസന്ധി മാറി കണ്ടകശനിയായി എന്നുള്ളതാണ് ജ്യോതിഷം അറിയുന്ന ആളുകൾ പറഞ്ഞു കേട്ടോ. എനിക്കിതിനെ പറ്റുന്ന ഒരു പിടിയില്ല. കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അല്ലെങ്കിൽ ജ്യോതിഷം അറിയാവുന്ന ആളുകൾ എനിക്ക് മാപ്പ് തരട്ടെ. അങ്ങനെ ആ വീണ തൈക്കണ്ടിയുടെ ജാതകത്തിൽ ഇപ്പോൾ കണ്ടകശനിയാണ്. അതുകൊണ്ടാണ് ഈ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇവർക്ക് നോട്ടീസ് അയക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ശനിയുടെ ഒരു ശക്തമായ പിന്തുണ കിട്ടിയില്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ കമ്പി പിടിക്കും. വീണയുടെ ജീവിത സഖാവായ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ വരും എന്ന് നമ്മളൊക്കെ വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയമായിട്ട് തന്നെ അല്പം ഗ്രഹണ സമയമാണ്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് SFIOയുടെ പ്രോസിക്യൂഷൻ നടപടികൾ വരുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ആവൽ ഘട്ടത്തിലാണല്ലോ എപ്പോഴും ദൈവത്തെ ഓർമ്മിക്കുക, അല്ലാത്തപ്പോൾ കുഴപ്പമില്ല. അതുപോലെ ജീവിതത്തിൽ വളരെ ഐശ്വര്യമുണ്ട്. അച്ഛൻ മുഖ്യമന്ത്രി, ഭർത്താവ് മരാമത്ത് മന്ത്രിയുമായിട്ടിരിക്കും.
ക്ലിഫ് ഹൗസിൽ സമാധാനമായിട്ട് താമസിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും എങ്കിലും ചന്ദ്രിക ലോകമല്ലേ എന്ന് ചോദിച്ചോട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബൃഹദേശ്വരന് ദർശനം നടത്തുന്നത്. അപ്പോഴാണ് ശനിയുടെ ക്വാവിലി വഴിപാട് കഴിക്കേണ്ടി വരുന്നത്. ഏതായാലും ആ വീണയുടെ കണ്ടകശനി വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോട്ടെ എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം.